ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7 ഗെയിംസ് യുവർ എക്സ് പ്ലേസ് വെൻ ദേ വാണ്ട് യു ബാക്ക്. ദാറ്റ് മീൻസ് നിങ്ങളുടെ എക്സിന് നിങ്ങളെ തിരിച്ചു വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ചിലതരം ഗെയിംസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. 7 ഗെയിംസാണ് പറയുന്നത്. ഒന്നാമത്തേത് ഓഫറിങ് ഫ്രണ്ട്ഷിപ്പാണ്. അഥവാ ബ്രേക്കപ്പ് സംഭവിക്കുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷം ആയിക്കോട്ടെ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ കളിക്കുന്ന ഒരു ഗെയിമാണ് ഓഫറിങ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അഥവാ നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ താല്പര്യപ്പെടും. അത് നിങ്ങളോട് ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. അഥവാ എടാ നമുക്ക് സുഹൃത്തുക്കളായിട്ടിരിക്കാം. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ അങ്ങനെ പറയും. അപ്പോൾ ഓഫറിങ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ അവർ കളിക്കുന്ന ഗെയിം, നിങ്ങളെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതൊരിക്കലും ആ ഒരു ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ പറയേണ്ട കാര്യം, എനിക്ക് നിന്നെ സുഹൃത്തായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും കാലം നിന്നെ അങ്ങനെയല്ല കണ്ടത്. എൻ്റെ മനസ്സിൽ നിനക്ക് വേറൊരു സ്ഥാനമാണ്. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. ഒരു സുഹൃത്തായിട്ട് ഒരിക്കലും എനിക്ക് നിന്നെ കാണാൻ പറ്റത്തില്ല. റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പിരിയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു ഗെയിമിൽ നിന്നും നിങ്ങൾ സ്കിപ്പാവുക. നിങ്ങൾക്ക് ശരിക്കും അവരെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും ഇമോഷൻസും ഒന്നും അവർക്ക് വർക്കാവത്തില്ല. നിങ്ങളെപ്പോഴും അവിടെ അവൈലബിൾ ആണ്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യത്തില്ല. നിങ്ങളെ വിളിച്ച് സംസാരിക്കേണ്ട സമയത്ത് വിളിച്ച് സംസാരിക്കാൻ നിങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഭയമോ ടെൻഷനോ ഒന്നും ഉണ്ടാകത്തില്ല. അവർ കൂളായിട്ട് ബ്രേക്കപ്പും പറഞ്ഞു പോവും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ വിളിക്കും, സംസാരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോവും. സോ അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യം ഓഫർ ചെയ്യുന്ന സമയത്ത് അതിനോട് നോ പറയുക. ഒരിക്കലും പറ്റത്തില്ല, താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുക. അത് കാഷ്വലായിട്ട് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് ദേ ആർ ഗെറ്റിംഗ് മാഡ് അറ്റ് യു എന്നുള്ളതാണ്. സോ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ കോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ അവർ പല കാര്യങ്ങളും സംസാരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചോദിക്കും. കാരണം നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ, കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ കണക്ഷൻ വിടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നിങ്ങൾ റിജക്റ്റ് ചെയ്യുക, നൈസായിട്ട് ഒഴിവാക്കുക. ഞാൻ ഇപ്പോൾ ബിസിയാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരാൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ കോൾ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് പറയും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, നീ പോയിട്ട് എന്തോ പോലെയാണ്. ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഒരിക്കലും പാച്ചപ്പ് ആകാൻ പോകുന്നില്ല. നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നേരെ മറിച്ച് നിങ്ങളോട് വീണ്ടും ഒരു അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിയാണെന്ന് പറയുക. നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവരോട് പറയാതിരിക്കുക. നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും പല രീതിയിലുള്ള കോംപ്ലിമെൻറ്റ്സോ അവരെ പൊക്കിയടിക്കാനോ ഒന്നും പോകണ്ട. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ബിസിയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കുക. സോ അവർക്ക് മിസ് ചെയ്യണം, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, നിങ്ങളിൽ അഡിക്റ്റഡ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ കോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നൈസായിട്ട് റിജക്റ്റ് ചെയ്ത് വിടുക, ബിസിയാണെന്നുള്ളത് പറയാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത് ജലസ് ആണ്. അഥവാ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ അസൂയ തോന്നിയിട്ട് നിങ്ങളെ വിളിക്കുക, സംസാരിക്കുക ഒക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നും. നീ എന്തിനാ അവരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പോൾ ദേഷ്യത്തോടു കൂടി വിളിച്ച് ചോദിച്ചു എന്നൊക്കെ വരും ചില ആളുകളെങ്കിലും. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേഗത്തിൽ തിരിച്ചു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. അതിന് പോയിട്ട് സോറി പറയാതിരിക്കുക. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അവരെ കണ്ടു, മിങ്കിൾ ചെയ്തു, എനിക്ക് സെൽഫി എടുക്കണം തോന്നി, ഞാൻ സെൽഫി എടുത്തു, അതിനെന്താ, അതെൻ്റെ ഒരു തീരുമാനമല്ലേ, എൻ്റെ ഡിസിഷൻ അല്ലേ
അതിലെന്തിനാ നീ ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് നമ്മുടെ ഡിസിഷനാണ് എന്നുള്ള രീതിയിൽ പറയുക. ആ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ബ്രേക്കപ്പ് പറഞ്ഞതാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. അത് വളരെ കാഷ്വലായിട്ട് പൊളൈറ്റ്ലി ആയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അവർക്ക് തോന്നണം നമ്മുടെ ലൈഫിൽ അവർക്ക് ഇനി ഒരു സ്ഥാനമില്ല എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ദേഷ്യത്തിലോ കാര്യത്തിലോ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരെ ഇങ്ങോട്ട് ചേസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഓൺലൈനിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടോ നോക്കും. അപ്പോൾ ഓൺലൈൻ എന്ന് കാണുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഗ്രീൻ ബട്ടൺ കാണുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങളെ വിളിക്കും. ഇത്രയും നേരം എന്താ ഓൺലൈനിൽ പരിപാടി, ഇത്ര സമയമല്ലേ, ഉറങ്ങാരയില്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. അങ്ങനെ ചോദിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ പ്രൊവോക്കഡ് ആവാതിരിക്കുക. നിങ്ങളവിടെ വളരെ സിമ്പിളായിട്ട് എനിക്ക് കുറച്ച് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ചാറ്റ് ചെയ്യാനുണ്ട്, സോ ഞാൻ ഓൺലൈനിൽ ഇരിക്കുന്നു, അതിന് നിനക്ക് എന്താ പ്രശ്നം, നമ്മൾ തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നുമില്ലല്ലോ, കൂളായിട്ട് അത് നൈസായിട്ട് പറഞ്ഞ് ഒഴിവാക്കുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇങ്ങോട്ട് വളരെയധികം ഒരു ചേസിങ് കൂടുകയും ഈ കിട്ടാത്ത സംഭവത്തിനോട് ഒരു പ്രത്യേക അട്രാക്ഷനും അതെനിക്ക് വേണം, അതെനിക്ക് നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തികളും മറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ട് ഈ ഒരു ഗെയിം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് ദ ചെക്കിങ് എന്ന് പറയുന്ന ഗെയിമാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഫോൺ വിളിച്ചിട്ട് ജസ്റ്റ് എടാ നീ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ എടി നീ ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഓക്കെ ആണോ, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ എന്നൊക്കെ അറിയാനാണ്. വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ കൊടുക്കരുത്, ചെയ്സ് ചെയ്യിപ്പിക്കണം. ആ ചെയ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളവിടെ പറയേണ്ട കാര്യം ഐ എം ഗ്രേറ്റ്, ബോൾഡായിട്ട് തന്നെ പറയാം, ഞാൻ ഓക്കെയാണ്, ഞാൻ നന്നായിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. ഞാനിപ്പോൾ ബിസിയാണ് കേട്ടോ, എനിക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. പിന്നെ അങ്ങോട്ട് വിളിക്കാനോ അതിനൊന്നും പോകണ്ട. ഓക്കെ, സോ ദിസ് ഈസ് ദ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് മാത്രമാണ് നമുക്ക് അവരെ ഇങ്ങോട്ട് ചേസ് ചെയ്യിപ്പിക്കാനുള്ളത്, അഡിക്റ്റഡ് ആക്കാനുള്ളത്. ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. സോ ഇങ്ങനെ ചെയ്യുക. ഇനി അടുത്തൊരു ഗെയിം എന്ന് പറയുന്നത് ദെയർ സ്റ്റഫ് എന്നുള്ളതാണ്. അവരുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് കയ്യിലില്ലേ, അതെനിക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് വിളിക്കും. നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ആ സാധനം തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ വളരെ കാഷ്വലായിട്ട് ഡീൽ ചെയ്താൽ മതി. ഓക്കെ, എവിടെ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം എന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊടുത്തു വിടാം, അല്ലെങ്കിൽ ഞാൻ കൊറിയർ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയാം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാക്സിമം, അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അത്തരത്തിലുള്ള ഒരു ടോക്ക് സംസാരിക്കുക. വളരെ ലൈറ്റായിട്ട് കുറച്ച് സംസാരിക്കുക, എന്നിട്ട് പെട്ടെന്ന് ബിസിയാണെന്ന് പറഞ്ഞിട്ട് ആ കോളിനെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവോയ്ഡ് ചെയ്യാന്നല്ലാതെ അവർ പറഞ്ഞത് കാഷ്വലായിട്ട് പറയുക, നമുക്ക് ഞാനത് തരാം, അല്ലെങ്കിൽ എത്തിക്കാം, അല്ലെങ്കിൽ കൊറിയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുക. വേറെ കാര്യങ്ങളിലോട്ടൊന്നും സംസാരിച്ച് പോകണ്ട. അപ്പോഴും നിങ്ങളോട് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നുകയും കൂടുതൽ ചേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വരും. കാരണം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ അവരിൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ കയ്യിൽ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതും അതും ഒരു തരത്തിൽ അവർ കളിക്കുന്ന ഒരു ഗെയിമാണ്. സോ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളത് എക്സ്പെൻസീവ് ഒന്നും ഇല്ലാത്ത സംഭവമാണെങ്കിൽ നീ കളഞ്ഞു, അതെനിക്ക് ഇനി ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഒഴിവാക്കാം. അതല്ലെങ്കിൽ നീ കൊറിയർ ചെയ്തോ, അല്ലെങ്കിൽ നീ എൻ്റെ ഫ്രണ്ട്സിനെ വിടാം, അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ ഇടപഴകാനോ ഉള്ള ഒരു ചാൻസ് അവിടെ മാക്സിമം ഒഴിവാക്കും തോറും അവർ കൂടുതൽ ഇങ്ങോട്ട് ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു ടൈപ്പ് ഓഫ് ഗെയിം എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അഥവാ ചില സമയത്ത് വിളിച്ചിട്ട് ഭയങ്കര സാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, എന്നാൽ ചില സമയത്ത് വിളിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അവർക്കുണ്ടാവുന്ന ദുഃഖത്തിലും അവർക്കുണ്ടാവുന്ന എക്സൈറ്റ്മെന്റിലും ഒക്കെ നിങ്ങളെ വിളിച്ച് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലൊക്കെ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ
കുറേ ഗെയിമുകൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഡീറ്റെയിൽഡ് ആയിട്ട്. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ എക്സിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിംസുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ നോർമലി അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് റെഡി ആവില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നാണ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ വീണ്ടും ഒന്നാവും. പിന്നെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടാവുന്നതിൻ്റെ പേരിൽ വീണ്ടും പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലൈഫ് ലോങ് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാക്റ്റ് വാല്യൂ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. അവിടെ ഒരു തോട്ട് പ്രോസസ്സ് നടക്കും. നിങ്ങളെ കൂടുതലായിട്ട് മിസ് ചെയ്യും. നിങ്ങളുടെ വാല്യൂ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത്തരം ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോവാനോ അവരൊരിക്കലും ഇനീസിയേഷൻ എടുക്കില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ പതിയെ ഒരു ആഫ്റ്റർ 1 month ഒക്കെ, ഒരു മാസത്തിന് ശേഷം ഒക്കെ പതിയെ നിങ്ങൾ പാച്ചപ്പായി വന്നാൽ മതി. ചെറിയ സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് കോൾ ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നിങ്ങളെങ്കിൽ, എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ആ റിലേഷൻഷിപ്പിൽ കാണുകയും ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതും കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരം ടെക്നിക്കുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാവട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.